RSS അക്രമങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെ ഭയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല. അക്രമങ്ങൾ നേരിടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം BJPക്ക് ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ദൗർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നാടിന്റെ സ്വൈര്യവും സമാധാനവും തകർത്ത് ഒരു പുതിയ രീതിയിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കില്ല. ശക്തമായ നടപടികളിലൂടെ തന്നെ അതിനെ നേരിടും. RSSന് അവരുടെ അജണ്ടയനുസരിച്ച് ഇവിടെ ജനങ്ങളിൽ ഭീതി പരത്താനും നാടിനെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്തുന്നതിനും കഴിയില്ല. ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സർക്കാർ ഒരുക്കുക തന്നെ ചെയ്യും. അക്രമം ഒരു കൂട്ടരുടെ മാത്രം മാർഗമാണ്. ആ അക്രമത്തെ സർക്കാർ സംവിധാനത്തിലൂടെ ഫലപ്രദമായി നേരിട്ടുകൊള്ളും. ഇവിടെ സംയമനം പാലിച്ച് അതിനെതിരെയുള്ള ബഹുജന വികാരം ഉയർത്താനാണ് പൊതുവെ ആളുകളും ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. പോലീസ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ കാണുകയും ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. RSS നേതാവ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് ബോംബെറിയുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന്. RSSന്റെ നെടുമങ്ങാട് ജില്ലാ പ്രചാരകനായ പ്രവീണാണ് പോലീസിനും CPIM പ്രവർത്തകർക്കും നേരെ ബോംബ് എറിയുന്നത്. ആലപ്പുഴ നൂർനാട് സ്വദേശിയായ പ്രവീൺ അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഒരു വധശ്രമ കേസിലെ പ്രതി കൂടിയാണ്. കഴിഞ്ഞ 3-ാം തീയതി രാവിലെ 11:53 RSS നെടുമങ്ങാട് ജില്ലാ പ്രചാരകനായ പ്രവീൺ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിയുന്നത്. CPIM RSS പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുന്നതിനിടെ അക്രമകാരികളായ ഒരു വിഭാഗം RSS പ്രവർത്തകരെ പോലീസ് പിടികൂടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ എത്തിച്ചു. ഇവരെ രക്ഷപ്പെടുത്തുന്നതിനാണ് പോലീസിന് നേർക്ക് പ്രവീൺ ബോംബെറിയുന്നത്. പ്ലാസ്റ്റിക് കൂടിൽ കരുതിയിരുന്ന 4 ബോംബുകളാണ് പ്രവീൺ പോലീസിന് നേർക്കെറിയുന്നത്. ആലപ്പുഴ നൂർനാട് സ്വദേശിയായ പ്രവീൺ അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. ചാരുമൂട്ടിൽ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഇയാൾ ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലെത്തുന്നത്. അയൽവാസികൾക്ക് പോലും പ്രവീണിനെ പറ്റി ഒന്നും കാര്യമായി അറിയില്ല. മലബാർ മേഖലയിലെ പ്രചാരകനായ പ്രവീൺ ബോംബ് നിർമ്മിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും വൈദഗ്ധ്യം നേടിയ വ്യക്തിയാണ്. നെടുമങ്ങാട്ടെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും അണിയറയിൽ നേതൃത്വം നൽകുന്ന ഇയാളെ പിടികൂടാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നെടുമങ്ങാട്ടെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 8 പേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 3-ാം തീയതി നടന്ന അക്രമത്തിൽ നെടുമങ്ങാട് SIയുടെ കൈ ഒടിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS അക്രമം അഴിച്ചുവിട്ട കണ്ണൂർ തലശ്ശേരിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തലശ്ശേരി മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. N. ഷംസീർ MLAയുടേത് ഉൾപ്പെടെ നിരവധി വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കണ്ണൂരിൽ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തത് RSS ഉന്നത നേതൃത്വമെന്ന് CPIM നേതാക്കൾ ആരോപിച്ചു. കണ്ണൂരിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് ഉണ്ടായത്. സമാധാന യോഗം നടക്കുന്നതിനിടെയാണ് N. ഷംസീർ MLAയുടെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ഒരു ഭാഗത്ത് ഈ രീതിയിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾക്ക് വന്നിരിക്കുക, മറുഭാഗത്ത് അറ്റ് എ ടൈം തന്നെ ആയുധങ്ങളുമായി ആളുകൾ പറഞ്ഞയക്കുക. ഇതാണ് അവരുടെ രീതി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്, തലശ്ശേരിയിൽ കണ്ടത്. CPIM മുൻ ജില്ലാ സെക്രട്ടറി P. ശശിയുടെ വീടും ബോംബെറിഞ്ഞ് തകർത്തു. ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യയും മകൻ സഞ്ജയാണ് വീട്ടിലുണ്ടായിരുന്നത്. 11 മണിക്ക് ഒരു മോട്ടോർ ബൈക്ക് വീട്ടിന് മുമ്പിൽ വന്ന് നിർത്തി. ആ ബൈക്കിൽ നിന്നാണ് ബോംബെറിഞ്ഞത്. CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം ശശി വാഴയിലിൻ്റേത് ഉൾപ്പെടെ നിരവധി വീടുകളാണ് RSS തകർത്തത്. കണ്ണൂരിൽ ആക്രമണം ആസൂത്രണം ചെയ്തത് RSS നേതൃത്വമാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. സമാധാനം നിലനിർത്താൻ CPIM മുൻകൈയെടുക്കുമെന്നും ജയരാജൻ വ്യക്തമാക്കി. നാട്ടിലാകെ കലാപം ഉണ്ടാക്കുക എന്നതാണ് RSSന്റെ പരിപാടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPM പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം. കേരളത്തിൽ RSSന്റെ ഓരോ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ മുൻപന്തിയിൽ CPM ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. ഇരിട്ടിയിൽ RSSകാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച CPIM പ്രവർത്തകൻ വൈശാഖിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. RSSകാർ തകർത്ത വീടുകൾ CPIM നേതാക്കൾ സന്ദർശിച്ചു. അതേസമയം തലശ്ശേരി മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. തലശ്ശേരി നഗരത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെ കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേർ. CPM പ്രവർത്തകന്റെ വീണ്ടും നേരെയാണ് ബോംബേർ ഉണ്ടായത്. ജില്ലയിൽ ഹർത്താലിന് ശേഷവും പല പ്രദേശങ്ങളിൽ സംഘപരിവാർ ആക്രമണം തുടരുകയാണ്. മിഠായി തെരുവ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 7 RSS പ്രവർത്തകർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായി. ഹർത്താലിന്റെ മറവിൽ സംസ്ഥാനത്തൊട്ടാകെ സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് DYFI സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നും അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ആർക്കും വേണ്ടാത്ത സമരമായി BJPയുടെ സമരം മാറിയപ്പോഴാണ് BJP അക്രമത്തിലേക്ക് മുതിർന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CPI നേതാവ് V ശിവൻകുട്ടി പറഞ്ഞു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷിജു ഖാൻ, AM അൻസാരി, പ്രദിൻ ഷാജ്, കവിത തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയിലെ നിരോധനാജ്ഞയുടെ കാലാവധി മകരവിളക്ക് ദിവസമായ ജനുവരി 14 വരെ നീട്ടിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി. നിലവിൽ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിരോധനാജ്ഞ വീണ്ടും നീട്ടിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് കളക്ടർ വിഷയത്തിൽ തീരുമാനമെടുത്തത്. പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും മുഴുവൻ റോഡുകളിലും ഉപറോഡുകളിലും നിരോധനാജ്ഞ ബാധകമാണ്. അതേസമയം ശരണം വിളിക്കുന്നതിനോ ഭക്തർ കൂട്ടമായി എത്തുന്നതിനോ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ RSS അക്രമം അഴിച്ചുവിടുന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി ചന്ദ്രശേഖരനും വ്യക്തമാക്കി. അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരത്തിന് കേരളി TV ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ അർഹനായി. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ D ബാബു പോൾ, KM റോയ് എന്നിവരുൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഈ മാസം 13-ന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഇന്ത്യ പ്രസ് ക്ലബ് പ്രസിഡന്റ് മധു കൊട്ടാരക്കര, സെക്രട്ടറി സുനിൽ തൈമറ്റം തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപൂർവ രത്നങ്ങളുടെ ശേഖരവുമായി മലബാർ ഗോൾഡിന്റെ ആർട്ടിസ്ട്രി ബ്രാൻഡ് ജ്വല്ലറി ഷോ ഇന്നു മുതൽ ജനുവരി 13 വരെ കോഴിക്കോട്ടെ ഷോറൂമിൽ നടക്കുന്ന പ്രദർശനം എഴുത്തുകാരി KP സുധീര ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഡാർക്ക് റൂം എക്സ്ക്ലോഷറാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. രത്നങ്ങളിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനത്തിന് ഒപ്പം വിൽപ്പനയും ഉണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, റീജിയണൽ ഹെഡ് അബ്ദുൾ ജലീൽ തുടങ്ങിയവരും പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റും അവാർഡ് വിതരണവും ഈ മാസം 13-ന് കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ അതിഥിയാകും. പരിസ്ഥിതി സംരക്ഷണത്തിന് പുത്തൻ ആശയവും മാതൃകയും തീർത്ത സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമായി വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ ഗ്ലോബൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പ്രൊജക്ട് അവാർഡുകൾ വിജയികൾക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ കൊച്ചിയിൽ അറിയിച്ചു.